ദൈവത്തിൽ നിന്ന് അകന്ന് പാപപ്രവൃത്തിയിൽ തുടരുന്നവരാണെങ്കിൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്ത ഹോശേയ 5-ാം അധ്യായമാണല്ലോ. 14 അധ്യായങ്ങളുള്ള ഹോശേയ പ്രവചനം ബെയേരിയുടെ മകനായ ഹോശേയയ്ക്ക് യഹോവയിങ്കിൽ നിന്നുണ്ടായ അരുളപ്പാടുകളാണ്. യോഥാം, ആഹാസ്, ഉസിയാവ്, ഹിസ്കിയാവ് എന്നീ രാജാക്കന്മാരുടെ, യഹൂദ രാജാക്കന്മാരുടെ കാലത്ത് യഹോവയിൽ നിന്ന് ഹോശേയയ്ക്കുണ്ടായ അരുളപ്പാടുകളാണ് ഇവിടെ കാണുന്നത്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു ജനത്തിന്, അതായത് വഷളത്വം പ്രവർത്തിച്ച് പാപം ചെയ്ത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു കൂട്ടം ജനത്തിന് വരുന്ന ന്യായവിധിയെക്കുറിച്ചാണ് ഈ ഹോശേയ പ്രവചനത്തിൽ നമ്മൾ കാണുന്നത്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് 5-ാം അധ്യായമാണല്ലോ. പുരോഹിതന്മാരെ കേൾപ്പീൻ, ഇസ്രയേൽ ഗൃഹമേ ചെവിക്കൊള്ളുവിൻ, രാജഗൃഹമേ ചെവിതരുവിൻ. ഇവർക്കൊക്കെ വരുന്ന ന്യായവിധിയെക്കുറിച്ചാണ് ദൈവം ഇതിൽ ഹോശേയയിൽ കൂടെ അരുളി ചെയ്യുന്നത്. അവർ തങ്ങളുടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി വരേണ്ടതിന് അവരുടെ പ്രവൃത്തികൾ സമ്മതിക്കുന്നില്ലെന്ന് 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ജീവിതവും പ്രവൃത്തിയും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ അവരെ സമ്മതിക്കുന്നില്ല. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ അവർ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പാപപ്രവൃത്തികളെല്ലാം ഈ അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ പാപങ്ങൾ നിമിത്തം, ഇവരുടെ ഈ പാപപ്രവൃത്തി നിമിത്തം ദൈവത്തിങ്കിലേക്ക് അവർക്ക് മടങ്ങി വരുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ദൈവത്തിനും അവരുടെ അടുക്കലേക്ക് വരുവാൻ കഴിയുന്നില്ല. അതാണ് 15-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. അവർ കുറ്റം ഏറ്റു പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിരിക്കും. അപ്പോൾ പാപം ചെയ്യുന്ന ഈ ജനത്തിൻ്റെ ഇടയ്ക്ക് വസിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നേയില്ല. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പാപപ്രവൃത്തികൾ ഇവരെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഇവർ കുറ്റം ഏറ്റു പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിരിക്കുമെന്ന് യഹോവയായ ദൈവവും പറയുകയാണ്. ഇവരുടെ അടുത്ത് ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം വിശുദ്ധനാണ്. വിശുദ്ധിയോട് ജീവിക്കുന്നവരുടെ അടുത്ത് മാത്രമേ ദൈവത്തിന് വസിക്കുവാൻ കഴിയത്തുള്ളൂ. പുതിയ നിയമത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു പിതാവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ ഇളയ മകൻ തനിക്കിഷ്ടമുള്ളതുപോലൊക്കെ ദൂരദേശത്ത് പോയി ജീവിച്ചു. തൻ്റെ സ്വത്തെല്ലാം നശിപ്പിച്ച് കളഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ അവന് സുബോധം വന്നിട്ട് അവൻ ചിന്തിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകും. അപ്പം ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് മടങ്ങി വരുമെന്ന് അവൻ തീരുമാനമെടുക്കുന്നു. അതുപോലെ തന്നെ അവൻ പ്രാവർത്തികമാക്കുന്നുണ്ട്. അവൻ പിതാവിൻ്റെ അടുത്ത് മടങ്ങി വരുമ്പോൾ അവനെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ഒരു പിതാവിനെ നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കും. ആ പിതാവ് ഒരിക്കലും ആ മകനെ ശിക്ഷിക്കുന്നില്ല. നീ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തത്, അങ്ങനെ നീ എന്തിനാണ് എന്നെ വിട്ടു പോയത് എന്ന് പറഞ്ഞ് അവനെ ശിക്ഷിക്കുകയോ ശകാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അന്ന് മുതൽ കാത്തിരിക്കുന്ന ഒരു പിതാവിനെയാണ് അവിടെ കാണുന്നത്. ആ മകൻ വന്നപ്പോഴത്തേന് ആ മകനെ സ്നേഹത്തോടെ സ്വീകരിച്ച് ആ മകൻ ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു നല്ല പിതാവിനെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. അതുപോലെയാണ് പാപം ചെയ്യുന്ന ഓരോരുത്തരെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം കാത്തിരിക്കുകയാണ്, ഈ മകൻ എപ്പോൾ മടങ്ങി വരും. പാപത്തിൽ തുടരുന്ന ഒരു വ്യക്തി പാപം ഉപേക്ഷിച്ച് എപ്പോൾ എൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമെന്ന് ആഗ്രഹിച്ച് ഓരോ ദിവസവും കാത്തിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ പാപപ്രവൃത്തികളെ എല്ലാം ഉപേക്ഷിച്ച് നമ്മൾ ദൈവത്തോട് അടുത്ത് വരുമ്പോൾ നമ്മളോടും അടുത്ത് വരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ സഭകളെക്കുറിച്ചുള്ള ദൂത് നമ്മൾ വായിക്കുമ്പോൾ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാനാണ് അവിടെ പറയുന്നത്. നമ്മളെല്ലാവരെയും കുറിച്ച് ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും കുറവുവശങ്ങളോ കുറ്റങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവത്തോട് ആ കുറ്റം ഏറ്റു പറഞ്ഞ്, നമ്മളിവിടെ ഹോശേയ പ്രവചനത്തിൽ കാണുന്നത് പോലെ അവർ കുറ്റം ഏറ്റു പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം എന്ന് പറയുന്ന പോലെ ദൈവം കാത്തിരിക്കുവാണ്. എപ്പോഴെങ്കിലും ഇവർ ഈ പാപപ്രവൃത്തിയൊക്കെ വിട്ടിട്ട് എൻ്റെ മുഖം അന്വേഷിക്കുന്നുണ്ടോ എന്ന് ദൈവം നോക്കിയിരിക്കുകയാണ്. ആ അന്വേഷിക്കുന്നത് വരെയും ദൈവം മാറിയിരിക്കുകയാണ്. ദൈവം തയ്യാറാണ് നമ്മളോട് ചേർന്നിരിക്കാൻ. നമ്മൾ പാപം ചെയ്യുകയാണെങ്കിൽ ആ സാന്നിധ്യം നമ്മളെ വിട്ട് മാറിപ്പോകാനിടയായി തീരും. പ്രിയമുള്ളവരെ, ഇത് കേൾക്കുന്ന ആരെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്ന് പാപപ്രവൃത്തിയിൽ തുടരുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ നാളുകളിൽ നിങ്ങളുടെ പാപപ്രവൃത്തികളെ എല്ലാം ഉപേക്ഷിച്ച് ആ ദൈവത്തോട് ചേർന്ന് വരുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നു. ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം എന്നുള്ളതാണ് ദൈവം ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന ആ നല്ല പിതാവ് നമ്മളെ പാപം ചെയ്യുന്ന ഓരോരുത്തരെയും കാത്തിരിക്കുകയാണ്. പാപപ്രവൃത്തികൾ ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ ദൈവം ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ ഈ നാളുകളിൽ അതിനായി നമ്മളെ സമർപ്പിക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. അതിനായി ദൈവം നമ്മളെ ഓരോരുത്തരും